ഹായ് ഡിയേഴ്സ്, ഞാൻ ലയന. നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും മൈ പ്ലാന്റ്സ് എന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ അഡീനിയത്തെക്കുറിച്ചാണ്. അഡീനിയത്തിൻ്റെ വേറൊരു പേരെന്ന് പറയുന്നത് ഡെസേർട്ട് റോസ് എന്നാണ്. അപ്പോൾ ഒരു ഡെസേർട്ടിലെ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ഈ ചെടിക്ക് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വളർന്നു പൂവിരിയുന്ന ഒരു ചെടിയാണിത്. അതായത് നല്ല വെയിൽ, നല്ല ചൂടുള്ള സമയത്തൊക്കെയാണ് ഇതിൽ നിറയെ പൂവുണ്ടാവുന്നത്. നല്ല വെയിൽ, വെള്ളം കുറവ്, അതൊക്കെയാണ് ഈ ചെടിക്ക് വേണ്ടത്. അപ്പം അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാടൊരു കെയറൊന്നും ചെയ്തില്ലെങ്കിലും നല്ല വേനൽക്കാലം ആവുന്ന സമയത്ത് ഈ ചെടിയിൽ പൂക്കൾ വരാറുണ്ട്. പിന്നെ ഒരു വിൻ്റർ സീസണിലും പൂക്കൾ ഉണ്ടാവും. മഴയാവുന്ന സമയത്താണ് നമുക്കിതിൽ അത്ര ഒരു പൂക്കൾ ഇല്ലാതിരിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത്. അപ്പം ഈ ചെടിയെ വളർത്തണ ഒരു കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, മണ്ണെന്ന് പറയുന്നത് നല്ല വെള്ളം വാർന്നു പോകുന്ന മണ്ണ് വേണം. അപ്പോൾ മണലാണ് കൂടുതലും ചട്ടിയിലേക്ക് നമ്മൾ എടുക്കേണ്ടത്. നന്നായിട്ട് മണലെടുക്കുക, കുറച്ച് മണ്ണ് ചേർത്താൽ മതി മണലിൽ. അതുപോലെ നല്ലതായിട്ട് കമ്പോസ്റ്റും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ ചേർക്കാം. പിന്നെ ഇതിൻ്റെ മിക്സിൽ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ് എല്ലുപൊടി എന്ന് പറയുന്നത്. എല്ലുപൊടി ചേർത്ത് കൊടുക്കുന്നതും നല്ലതാണ്, നല്ല രീതിയിൽ വളരാനും അതുപോലെ പൂവുണ്ടാവാനും ഒക്കെ നല്ലതാണ്. കമ്പോസ്റ്റും എല്ലുപൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടിയിൽ നന്നായിട്ട് പൂക്കൾ വരും. എപ്പോഴും പൂക്കൾ ഉണ്ടാവാനായിട്ട് അത് നല്ലതാണ്. അതല്ലെങ്കിൽ നമുക്ക് DAP കൊടുക്കാം. DAP ഒരു ചെറിയ സ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും. അങ്ങനെ കൊടുത്താലും നന്നായിട്ട് പൂവിരിയും. പിന്നെ ഇതിൽ പൂക്കൾ വരണമെന്നുണ്ടെങ്കിൽ നമുക്കിതിന് നല്ല ബ്രാഞ്ചസ് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ഇതിൽ നിറച്ച് പൂക്കളുള്ള ഒരു ഫീൽ കിട്ടുള്ളൂ നമ്മുടെ ചെടിയിൽ. അപ്പോൾ നിറയെ ബ്രാഞ്ചസ് വരാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൂൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ചെടിയുടെ തലപ്പുകൾ നമ്മളൊന്ന് വെട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബ്രാഞ്ചസ് വന്ന് ആ വരുന്ന ബ്രാഞ്ചസിലെല്ലാം നിറയെ പൂക്കളുണ്ടാവും. ഇപ്പം എൻ്റെ ഈ ചെടിയിൽ ഇപ്പം ഞാനിത് പ്രൂൺ ചെയ്ത് കൊടുത്തതാണ്. അവിടെ നിന്ന് വെട്ടി കളഞ്ഞപ്പോൾ അതിൽ പുതിയ ബ്രാഞ്ചും അതിൽ ഒപ്പം തന്നെ മുട്ടുകളൊക്കെ വന്നിരിക്കുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പം ഇങ്ങനെ വെട്ടിക്കൊടുക്കേണ്ടത് നല്ല വെയിലുള്ള സമയത്തൊക്കെ ആയിരിക്കണം. അതായത് വേനൽക്കാലത്തോ അല്ലെങ്കിൽ നമുക്ക് വിൻ്റർ സീസണിലൊക്കെ ഇതിനെ പ്രൂൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒക്ടോബർ നവംബർ ആ ഒരു സമയത്തൊക്കെ പ്രൂൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സമ്മർ സീസണൊക്കെ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ നമ്മുടെ ചെടി വളർന്നു വന്ന് അതിലൊക്കെ പൂവിടാനുള്ളൊരു അവസ്ഥ ഉണ്ടാവും. അപ്പം ഞാനിപ്പോഴാണ് ഈ ചെടി വെട്ടിക്കൊടുത്തതെന്ന് മാത്രം. അപ്പം ഇതിൽ കട്ടപ്പൂക്കളാണ് ഉണ്ടാകുന്നത്. ഒരുപാട് വെറൈറ്റിയിലുള്ള പൂക്കൾ നമുക്ക് കിട്ടും. ഒരുപാട് ഇതളുകളുള്ള നല്ല ഭംഗിയുള്ള ഒരുപാട് കളറുകൾ നമുക്കിതിൽ കിട്ടും ഈ ചെടിയിൽ. അതുപോലെ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് കിട്ടും. ഒരു ചെടിയിൽ തന്നെ പല കളറിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന അങ്ങനത്തെ ചെടികൾ നമുക്ക് കിട്ടും. അതുപോലെ ഹൈബ്രിഡ് വെറൈറ്റീസ് കിട്ടും. പക്ഷെ ആ ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഈ ഒരു സാധാരണ വെറൈറ്റികൾ നമ്മൾ വളർത്തുന്ന ഒരു ലാഘവത്തിൽ ആ ചെടികൾ വളർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ ഫംഗൽ രോഗങ്ങൾ വന്ന് ചീഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നന കൊടുക്കുമ്പോഴാണ് നമ്മളത് ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് വെള്ളം കെട്ടി നിൽക്കാനോ എപ്പോഴും നനയ്ക്കേണ്ടതൊന്നും ആവശ്യമില്ല. ഈ ചെടിയെ ഒരു 2-3 ദിവസം കൂടുമ്പോൾ നനച്ചാലും മതി. ഒരു 3-4 ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം നനച്ചാൽ മതി ഈ ചെടി. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ഇതിൻ്റെ വേരുകളൊക്കെ ചീഞ്ഞു പോകും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇതിൽ വരും. പിന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് നമ്മൾ വെക്കുക. ഇപ്പം എൻ്റെ ഈ ചെടി എന്ന് പറയുന്നത് ഇവിടെ ആയിരുന്നു ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു പോർഷൻ അവിടെയാണ് ഉണ്ടായിരുന്നത്. അതൊരു മഴക്കാലത്ത് ചീഞ്ഞു പോയി. അപ്പോൾ ഈ ചെടിയിലുണ്ടായ പൂവാണ് ഞാൻ ആദ്യത്തെ ആ ഒരു ഫോട്ടോ, ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച ഫോട്ടോയിലുള്ള ആ പൂവ് ഈ ചെടിയിലുണ്ടായതാണ്. പക്ഷേ ഇതിൻ്റെ താഴെ നിന്നും ചെനപ്പുകൾ വന്ന ചെടി രക്ഷപ്പെട്ടു എൻ്റെ. അപ്പോൾ അതിൻ്റെ താഴെ നിന്നും ചെനപ്പുകൾ വന്നിട്ട് ആ ചെനപ്പുകളിലൊക്കെ സാധാരണ പോലെ റോസ് കളറിലെ പൂക്കൾ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ചെടിയുടെ അവസ്ഥ. അപ്പം നമ്മൾ ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ അതും എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണോ ആ ഗ്രാഫ്റ്റഡ് പോർഷൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് വേണം നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കാൻ. ഗ്രാഫ്റ്റഡ് പോർഷൻ നമ്മൾ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ വാങ്ങിച്ച കളറിലുള്ള പൂക്കളൊന്നും നമ്മുടെ ചെടിയിൽ വരില്ല. അപ്പം അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ ഒരു പ്ലാന്റിൽ ഇവിടെയാണ് ഇതിനെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു V ഷേപ്പ് നമുക്കൊന്ന് തൊട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ചെടിയിൽ എവിടെയാണ് ഗ്രാഫ്റ്റഡ് പോർഷൻ എന്നുള്ളത്. അപ്പം താഴെയുള്ള ഭാഗത്ത് റോസ് കളറിലെ പൂവുണ്ടാവുന്ന ഒരു ചെടിയാണുള്ളത്. മുകളിൽ ഈ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വെളുത്ത കളറിലെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഈ 2 പൂക്കളും എൻ്റെ ഈ ചെടിയിൽ വിരിയാറുണ്ട്. താഴെ ഭാഗത്തുനിന്ന് ചെനപ്പുകൾ വന്നതിൽ
റോസ് കളർ പൂക്കളും വിരിയാറുണ്ട്. അതുപോലെ മുകളിലുള്ളതിൽ വെളുത്ത പൂക്കളും വിരിയാറുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റഡ് പോർഷൻ അതിന് താഴെ വെച്ച് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയിൽ നമ്മൾ വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്ന പൂവ് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ അത് പ്രത്യേകം നോക്കണം. നല്ല വെയിലുള്ളൊരു സ്ഥലത്ത് വെച്ചാൽ മാത്രമാണ് അടീനിയത്തിൽ നല്ലോണം പൂവുണ്ടാവുള്ളൂ. അപ്പോൾ എത്രത്തോളം വെയിൽ കൂടുതൽ കിട്ടുന്നോ അത്രത്തോളം കൂടുതൽ പൂക്കളും തരും ചെടി. നമ്മൾ ഷെയ്ഡിൽ വെച്ചിട്ടാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ ചെടി പൊക്കം വെച്ച് വരും, പൂക്കൾ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടായില്ല എന്നും വരും. അപ്പോൾ അതുകൊണ്ട് വെയിലുള്ളൊരു സ്ഥലത്ത് വേണം നമ്മുടെ ചെടിയെ വെക്കാനായിട്ട്. പിന്നെ മഴക്കാലത്താണ് ഈ ചെടിയെ ഒന്ന് കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. കാരണം മഴ കൊള്ളിക്കരുത് ഈ ചെടിയെ. ഒരുപാട് മഴ കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് വെറൈറ്റീസ് ഒന്നും ഒട്ടും മഴ കൊള്ളിക്കരുത്. മഴ കൊണ്ടു കഴിഞ്ഞാൽ ഒരുപാട് മഴ കൊണ്ടു കഴിയുമ്പോൾ അതിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ട് അതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ ചിലപ്പോൾ ചീഞ്ഞു പോവും. അതല്ലെങ്കിൽ ചട്ടിയിൽ വെള്ളം കെട്ടി നിന്നിട്ട് വേരുകൾക്കൊക്കെ ചീച്ചിൽ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല മഴ സീസൺ ആകുമ്പോൾ നമ്മുടെ ചെടിയെ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് ചട്ടി മാറ്റി വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇങ്ങനത്തെ ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസ് ഒക്കെ ഉണ്ട്, നല്ല നല്ല വെറൈറ്റീസ് ഒക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഫഞ്ചിസൈഡ് വാങ്ങിച്ചിട്ട് അത് സ്പ്രേ ചെയ്ത് മഴ സീസണിൽ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതായിരിക്കും. അപ്പോൾ പിന്നെ ഈ ചെടിയിൽ വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് മീലി ബഗ്സ് ഈ ചെടിയിൽ കണ്ടിട്ടുണ്ട്. മീലി ബഗ്സ് ഉണ്ടെങ്കിൽ അതിന് സോപ്പ് വാട്ടർ സ്പ്രേ ആണ് കൊടുക്കേണ്ടത്. ഒരു 3-4 ദിവസമൊക്കെ അടുപ്പിച്ച് നമ്മുടെ സോപ്പ് വാട്ടർ സ്പ്രേ കൊടുത്താൽ മീലി ബഗ്സ് പൊയ്ക്കോളും. പിന്നെ നമുക്കിതിൽ വരുന്നൊരു ശല്യം എന്ന് പറയുന്നത് കാറ്റർപില്ലേഴ്സാണ്. ചിത്രശലഭത്തിൻ്റെ പുഴുക്കൾ വന്നിട്ട് ഇതിൻ്റെ ഇലകളൊക്കെ തിന്ന് നശിപ്പിക്കാറുണ്ട്. അപ്പോൾ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്തിട്ട് അതിനെടുത്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെ ഇതിൽ വരുന്നത് വേരിചീയൽ, ഞാൻ പറഞ്ഞല്ലോ വെള്ളം കൂടുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അങ്ങനെ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഒരുപാടൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ചെടി തന്നെയാണിത്. മഴ സീസണൊക്കെ ആകുമ്പോൾ ചെടികൾ ഒരുപാട് അടുപ്പിച്ച് വെക്കാതെ കുറച്ച് അകത്തി എയർ പാസേജ് ഉണ്ടാകത്തക്ക രീതിയിൽ ചട്ടികൾ വെക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ വിത്തുകളിൽ നിന്ന് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ കായ ഉണ്ടാവും, കായിൻ്റെ അകത്ത് ഇങ്ങനെ അപ്പൂപ്പൻ താടി പോലെ വിത്തുകൾ ഉണ്ടാവും. ആ വിത്തുകൾ മുളപ്പിച്ച് നമുക്ക് തൈകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഉണ്ടാവുന്ന തൈകളിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ആ ഒരു കയ്യിലുള്ള ചെടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പൂക്കളൊക്കെ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുമുണ്ട്. നമ്മുടെ കയ്യിൽ ഒന്നിൽ കൂടുതൽ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അങ്ങനെ വിത്തിൽ നിന്നുണ്ടാവുന്ന തൈയിൽ പുതിയൊരു കളറിലുള്ള പൂവ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അടീനിയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസിലുള്ള നിങ്ങളുടെ അറിവുകൾ കമൻസിലൂടെ ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.